സാർ പഠിക്കാൻ മോട്ടിവേഷൻ കിട്ടുന്നില്ല. പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാനുള്ള ആ മോട്ടിവേഷൻ, ആ ഒരു ഫീലിംഗ് കിട്ടാത്തതുകൊണ്ട് പഠിത്തം നടക്കുന്നില്ല. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ യെസ് സാർ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഞാൻ ചെറിയൊരു കഥ പറയാം. ഓക്കെ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞ കഥയാണ്. പണ്ട് 1000 വർഷം മുമ്പ് ഇന്ത്യയിൽ ഒരു ക്വാറിയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പണിയെടുക്കുമായിരുന്നു. അപ്പോൾ ഒരു യാത്രക്കാരൻ അതിൽ കൂടെ നടക്കുമായിരുന്നു. അപ്പോൾ അയാൾ നോക്കുമ്പോൾ ഒരാൾ കഷ്ടപ്പെട്ട് നിന്ന് പണിയെടുക്കും. അപ്പോൾ ഈ യാത്രക്കാരൻ അയാളോട് ചോദിച്ചു, താങ്കൾ എന്താ ചെയ്യുന്ന സുഹൃത്തേന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇറിറ്റേറ്റഡായി പറഞ്ഞു, തനിക്ക് കണ്ടുകൂടെ, ഞാൻ ഈ കല്ല് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ പുറം വേനെടുക്കുന്നു, ഭയങ്കര വെയിലുമാണ്, ഈ പൊട്ടക്കല്ലാണെങ്കിലും മര്യാദയ്ക്ക് എനിക്ക് മുറിക്കാനും പറ്റുന്നില്ല, ആകെ ഞാനിതൊക്കെ ചെയ്യുന്നത് തൽക്കാലം എനിക്കെന്താണെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് പൈസ കിട്ടണം, അത് മാത്രമേ എൻ്റെ വിഷയമുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആ യാത്രക്കാരൻ ഓക്കെ കാര്യം മനസ്സിലായി, മൂപ്പർ കാര്യം മനസ്സിലായി, ഇയാൾ ജസ്റ്റ് ഇന്നത്തെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് പണി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ അങ്ങനെ അയാൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ വേറൊരാൾ, അയാൾ ഇതുപോലെ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുക, കല്ല് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ട് ചെയ്യുന്നു. നല്ല ചൂടും വെയിലൊക്കെ ഉണ്ട്, എന്നാൽ അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ യാത്രക്കാരൻ അയാളോട് ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾക്ക് ബാക്കിയുള്ളവർ പോലത്തെ പണി തന്നെയല്ലേ ഉള്ളത്, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഇത്ര സന്തോഷത്തോടെ ചെയ്യുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, യെസ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്, എൻ്റെയും പുറം വേനെടുക്കുന്നുണ്ട്, എനിക്കും ഭയങ്കര വയ്യാതാവുന്നുണ്ട്, പക്ഷേ ഞാൻ ഈ ഓരോ കല്ലും എൻ്റെ ചെറിയ കോൺട്രിബ്യൂഷൻ പോലും നാളെ ഇവിടെ ഒരു വലിയൊരു അമ്പലം പണിത് വരുമ്പോൾ ആ അമ്പലമായി മാറും. ആ അമ്പലം കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരികയും അങ്ങനെ അവർക്കൊക്കെ ഭയങ്കര ശാന്തിയും സമാധാനമൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വിഷൻ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പണി ചെയ്യുന്നത്. അപ്പം കാര്യം ചിലപ്പോൾ എൻ്റെ 1-2 കല്ലൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ, പക്ഷേ അത്രയും മതി എനിക്ക്, അതാണ് എൻ്റെ വിഷൻ. ഇനി ഇതൊന്ന് നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? എടോ, നിങ്ങൾ ഇത്ര ആലോചിക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്പലം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? എന്താ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേർപ്പസ് ഉണ്ടാവണം. എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? ജസ്റ്റ് പരീക്ഷ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് പേരൻസിനെ ഹാപ്പി ആക്കാനോ ടീച്ചേഴ്സിനെ ഹാപ്പി ആക്കാനോ, അല്ല തൽക്കാലം ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്ട്രഗിൾ ആയിരിക്കും, എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ മോട്ടിവേഷൻ തപ്പിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ മാത്രമല്ല, നിങ്ങൾ കോളേജിൽ എത്തിയാൽ ഇതേ അവസ്ഥയായിരിക്കും ഉണ്ടാകുക. പക്ഷെ വൺസ് നിങ്ങളുടെ അമ്പലം, അതായത് നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ വിഷൻ, അത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് പഠനം, ഓരോ ദിവസം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നു, പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിളും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടിനൊരു കുറവുണ്ടാകാൻ പോകുന്നില്ല, പക്ഷെ അതിനൊരു റീസൺ ഉണ്ടാവും. ആ റീസൺ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മോട്ടിവേഷൻ നിന്നോളും. അതിന് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ജീവിതത്തിൽ കാണേണ്ട ആവശ്യം പോലില്ല. പക്ഷെ അവിടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലത്തെ ഒരു പേർപ്പസ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പേർപ്പസ് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും സ്ട്രഗിൾ ചെയ്യും. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പേർപ്പസ് ഉണ്ടാക്കുകയാണ്. ഇനി ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ആ പേർപ്പസ് ചെറിയ രീതിയിലെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ആദ്യം കമൻറ്റ് ചെയ്യുക. പലപ്പോഴും എന്താ സംഭവിച്ചാൽ ആ പേർപ്പസ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. ഇനി ഈ പേർപ്പസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്തല്ല, ജസ്റ്റ് ഒരു ജോലി, നിങ്ങൾ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീൽഡിൽ ജോലി കിട്ടണം, അതല്ല. നിങ്ങൾ എങ്ങനത്തെ ഒരു മനുഷ്യനാണ് നാളെ ആവാൻ പോകുന്നുള്ള കാര്യം നിങ്ങൾ ഇന്നത്തെ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ തീരുമാനിച്ചിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഇന്ന് ഉഴപ്പി തട്ടിക്കൂട്ടി പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരാളാവാനാണോ ആഗ്രഹിക്കുന്നത്? നേരെ മറിച്ച് നിങ്ങൾക്ക് നാളെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ഫീൽഡിലെത്തിയാലും എന്ത് ജോലിയിലെത്തിയാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള ശീലവും ഇന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള എന്തോ ചേഞ്ച് നമ്മുടെ ലൈഫിൽ വരുമോ? ഇല്ല. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ശീലങ്ങൾ, ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ശീലങ്ങളാണ് നാളെ നിങ്ങളെ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, എനിക്ക് നാളെ ആയി തീരേണ്ടത് ബുക്ക് എടുക്കുമ്പോൾ അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ടാസ്ക് വരുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്ന, അല്ലെ മോട്ടിവേഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോകുന്ന, അല്ലെ ഫോൺ എടുത്തിട്ട് കുറേ നേരം സ്ക്രോൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരാളായി മാറാനാണോ എനിക്ക് ആഗ്രഹം? അതാണോ എനിക്ക് വേണ്ടത്? അതല്ല എങ്കിൽ നാളെ നിങ്ങളുടെ വലുതാവുന്ന സമയത്ത് ഏത് ഫീൽഡിലെത്തിയാലും ഏത് ജോലിയിലെത്തിയാലും നല്ല എഫക്റ്റീവ് ആയിട്ടൊരു മനുഷ്യനായി തീരാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ അത് ഇന്നേ നിങ്ങൾ ശീലിച്ചു കൊടുക്കുക. അതിൽ ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ആ ഒരു ശീലം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണ്? ടാസ്ക് എന്താണ്? നിങ്ങളുടെ പഠനമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, ഒരു പേർപ്പസിലേക്ക് ഈ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന പഠനത്തിൻ്റെ കാര്യവും പരീക്ഷയിൽ മാർക്ക് കിട്ടുന്ന കാര്യവും ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോട്ടിവേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് സത്യം. കാരണം ഈ പേർപ്പസ് ആയിരിക്കും നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എങ്ങനത്തെ ഒരാളായി തീരാനാണ് ആഗ്രഹിക്കുന്നത്?
പഠിത്തം വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന പേടിച്ചോടുന്ന ഒരാളായിട്ട് മാറാനാണോ? അങ്ങനെയാണെങ്കിൽ നാളെ എന്തെങ്കിലും ലൈഫിൽ ബുദ്ധിമുട്ടുള്ള ടാസ്ക് വരുന്ന സമയത്ത്, അല്ലെ എന്തെങ്കിലും ഒരു വലിയ പരീക്ഷ അന്നും നിങ്ങൾ നേരിടേണ്ട സമയത്ത് നിങ്ങൾ അന്നും ചിലപ്പോൾ ഇതേപോലെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പലതും വരും, അതൊക്കെ ഒരു ചാലഞ്ച് പോലെ അങ്ങോട്ട് ഏറ്റെടുത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലത്തെ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കും. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിനുള്ള ട്രെയിനിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉള്ള പഠനത്തെയും പരീക്ഷയും ഒക്കെ നിങ്ങൾ കരുതുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വേറെ ആരും മോട്ടിവേഷൻ തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.